ഞാൻ വിചാരിച്ചത് സാധിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ച വലയിൽ വീർ കുടുങ്ങിയിരിക്കുകയാണ്. ഇനിയാണ് എന്റെ കളി തുടങ്ങുവാൻ പോകുന്നത്. ടിക്ടിറ്റോ, വേഗം വരൂ. ഇവൻ നമ്മൾ അറ്റാക്ക് വന്നിരിക്കാണ്. വീർ ഓടിക്കാം. ഇപ്പോൾ എനിക്കൊരു ഗാഡ്ജറ്റിനും കമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ആ മാഡ്മാക്സിന്റെ ചതിക്കളിയാണ് മോളെ. അവൻ ഏതോ ഒരു ഡിവൈസ് വെച്ച് വീറിന്റെ തൊണ്ട ജാമാക്കിയിരിക്കുക. വീറിന് അവന്റെ ഗാഡ്ജറ്റ്സിനെ കമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് അവൻ അവന്റെ റോബോട്ടിനെ അയച്ചിരിക്കുക. വാ മോളെ, അവന്റെ തൊണ്ടയിലെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. അതേ ഒരു വഴിയുള്ളൂ. ആ ചാടിപ്പോകുന്നത് നമ്മുടെ വീറിനെ പോലെ ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൻ എങ്ങനെയാ സാധിക്കുന്നത്? പക്ഷെ അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. വീറൊരു റോബോട്ടാണ്. റോബോബോയും വീറ് തന്നെയാണ് അച്ഛാ, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. അതാണ് പ്രശ്നം. വീർ, ഞാൻ ഇപ്പൊ തന്നെ അവനെ എടുത്തിട്ട് ചവിട്ടി ഒരു പരിവാക്കാൻ നോക്കോ. എന്നെ വിട്ടേക്ക, എന്നെ വിട്ടേക്ക. ബോസ് ബോസ്, നമ്മൾ വീണ്ടും തോറ്റുപോയി ബോസ്. ഇല്ല, ഒരിക്കലുമില്ല. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നേയില്ല. വീർ, വാ ഒരു ഫോട്ടോ എടുക്കാം. എന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് ആർക്കും സമയമില്ല അല്ലേ? എല്ലാരും വീറിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം അല്ലേ? ചിണ്ടു, എല്ലാരും എന്നെ റോബോബോയുടെ രൂപത്തിൽ കണ്ടു കഴിഞ്ഞു. ഇവർ ഇതുവരെ കണ്ടതെല്ലാം ഒറ്റയടിക്ക് മറന്നു പോകണം. അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യേ. വീർ, നീ ഇപ്പോ ആരോടാ സംസാരിച്ചത്? നീ ആരോടോ മറക്കാൻ പറഞ്ഞല്ലോ. അത് വേറൊന്നുമല്ല അങ്കിൾ. വീർ, ഞാൻ ഇവിടെയുണ്ട്. ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണ്. ഷെടാ, ഇവനിത് എവിടെന്നാ വന്നത്? ഇത്രയും നേരം എന്റെ അച്ഛന്റെ കയ്യിലായിരുന്നല്ലോ ക്യാമറ. സ്മൈൽ പ്ലീസ്. നിങ്ങളെല്ലാം മറന്നേക്ക്, ചിരിക്കൂ. നമ്മളെന്തിനാ ഇപ്പൊ വീറിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്? ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. നമ്മൾ എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു അങ്കിൾ. ഇപ്പൊ ഞാൻ ഭയങ്കര ബിസിയാ. പിന്നെ ഒരു ദിവസം നമുക്ക് ഫോട്ടോ എടുക്കാം. നിന്റെ കൂടെ ഞാൻ നിന്ന് ഫോട്ടോ എടുക്കാനോ? ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തോ വീർ? നീ ഒന്നും മിസ് ചെയ്തിട്ടില്ല. വേഗം വാ, നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. ആരെങ്കിലും എന്നെ ഒന്ന് താഴെ ഇറക്കി വിട്. വീർ, ചിണ്ടു, അപ്പൂപ്പ. എല്ലാവരും വരൂ 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 വരൂ, കയറി വരൂ. അടിപൊളി രുചിയുള്ള ചാട്ട് കഴിക്കൂ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം.
ആരെങ്കിലും ഇവിടെ റോബോബോയുടെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ചാറ്റ് കൊടുക്കാൻ തയ്യാറാണ്. ചാട്ട്, എല്ലാവരും വരൂ, വേഗം വേഗം വരൂ. ഞാൻ റോബോബോയുടെ ഫ്രണ്ടാണ്. എന്റെ പേര് ചിണ്ടു എന്നാ. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നീ റോബോബോയുടെ കൂട്ടുകാരനാ? സത്യമാണോ? നീ വലിയ ഭാഗ്യവാനാണ് ചിണ്ടു. വേഗം ചെല്ലടാ, ചിണ്ടുവിന് ആവശ്യമുള്ള എല്ലാ ചാട്ടും കൊണ്ടുപോവാ. വേഗം വേഗം ആയിക്കോട്ടെ. കഴിക്ക് മോനെ ചിണ്ടു. ഞാനൊരു കാര്യം കേട്ടല്ലോ, റോബോബോയുടെ കയ്യില് ഗാഡ്ജറ്റ്സ് ഉണ്ടെന്ന് കേട്ടായിരുന്നല്ലോ. പിന്നെ ഓരോരോ സ്യൂട്ട്സും ഒരേ സമയത്ത് 7 രീതിയിൽ അവന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കേട്ടല്ലോ. എന്റെ ഫ്രണ്ട് വേറെ വേറെ 7 ഡ്രസ്സിംഗ് സ്യൂട്ടിൽ വരും. അവനുണ്ടല്ലോ, അവൻ വിചാരിച്ച എന്ത് വേണമെങ്കിലും നടക്കും. അവനെ എല്ലാ സൂട്ടും ധരിപ്പിച്ച് കുറച്ചു നേരത്തേക്ക് ഇവിടെ എത്തിച്ചാൽ, അത് മാത്രമല്ല 7 രൂപത്തിലും അവൻ ഇവിടെ എത്തിച്ചാൽ ഞാൻ നിനക്ക് ജീവിതകാലം മുഴുവൻ ചാട്ട് തരാം. ഞാൻ അവന്റെ ഫാനായി പോയി. അവന്റെ 7 രൂപത്തിലുള്ള ഫോട്ടോ എനിക്ക് എടുക്കണം. അതിന് നിനക്ക് ഞാൻ ചാട്ട് കഴിക്കാൻ തരാം. പ്ലീസ് പ്ലീസ് പ്ലീസ്, നിന്റെ കൂട്ടുകാരനെ ഇങ്ങോട്ട് വിളിക്കോ? കുറച്ച് സമയത്തേക്കല്ലേ. എന്റെ മാജിക് പവർ കൊണ്ട് വീറിന്റെ ക്ലോൺസ് ഉണ്ടാക്കാം. എന്നിട്ട് അതെല്ലാം ഇവിടെ വരുത്താം. ഇവനും സന്തോഷായിക്കോളും. പിന്നെ എനിക്ക് ജീവിതകാലം മുഴുവൻ ഫ്രീ ആയിട്ട് ചാട്ട് കഴിക്കാലോ. ഇവന്റെ ചാട്ടിന് എന്തൊരു ടേസ്റ്റാ. അവൻ എത്രയും പെട്ടെന്ന് 7 രൂപത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവാ. അവൻ എന്റെ അടുത്ത് ഇവിടെ മീറ്റ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പം വെയിറ്റ് ചെയ്യാൻ അവൻ വന്നോണ്ടിരിക്കായിരിക്കും. അക്കിടം പക്കിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. വീറിന്റെ ക്ലോൺസ് വേറെ വേറെ സ്യൂട്ടിൽ ഇവിടെ വരട്ടെ. മരത്തിന്റെ പുറകിൽ നിന്ന് ഇവിടെ വരട്ടെ. കൊള്ളാം, ഇത് കൊള്ളാം. ഞാൻ സന്തോഷവാനാണ്. വെരി വെരി ഗ്ലാഡ്. എടാ ചിണ്ടു, നീ ജീവിതകാലം മുഴുവൻ ഇവിടെ ഇരുന്ന് ചാട്ട് കഴിച്ചോ. ഞാൻ ഇവരുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. ഓ ശരി, നിങ്ങൾ കുറച്ച് ചാട്ട് കഴിക്കോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിണ്ടു മോനെ, ഞാൻ പറയുന്നതൊന്നും ഇവർ കേൾക്കുന്നില്ല. ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഇവരോടൊന്ന് പറഞ്ഞേ. കുറച്ച് സമയത്തേക്ക് മതിയടാ. എന്ത് പറഞ്ഞാലും അവര് ചെയ്യണം. നിനക്ക് ഞാൻ ചാട്ട് തരാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്റെ ഫ്രണ്ട് അല്ലേ നീ? ഇയാള് പറയുന്ന എല്ലാം കേക്ക്. ഇയാള് പറയുന്ന എല്ലാം ചെയ്യണം. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരണം. നമുക്കൊരു ഫോട്ടോഷൂട്ട് നടത്താം. മോനെ ചിണ്ടു, നീ ചാട്ട് കഴിക്ക്. ഞങ്ങളിപ്പോ വന്നേക്കാം. റോബോബോയ്, നിങ്ങൾക്കറിയാമോ, ഭൂതകുരങ്ങനെ പേടിച്ച് ജനങ്ങളെല്ലാം സിറ്റി വിട്ട് ഓടി പോവുകയാണ്. ഇന്നലെ രാത്രി ഓൾമോസ്റ്റ് നിങ്ങൾ ആ ഭൂതകുരങ്ങനെ പിടിച്ചതല്ലേ? പിന്നെന്ത് പറ്റി? ശരിയായിരുന്നു. അവസാന നിമിഷം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് ഭൂതമൊന്നുമല്ല, കള്ളന്മാരുടെ ഗ്യാങ് ആണ്. അവർ ഭൂതത്തിന്റെ വേഷത്തിൽ വന്ന് എല്ലാരും പേടിപ്പിക്കുകയാണ്. ഞാൻ അവനെ പിടികൂടും. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ആരും സിറ്റി വിട്ട് പുറത്തേക്ക് പോകണ്ട. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കൂ. ഞാൻ ഫുർസത്ഗഞ്ച് ബാങ്കിന്റെ മാനേജറാണ്. നിങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. 2 ദിവസം മുമ്പ് 20 കോടി രൂപ വിലയുള്ള സ്വർണ്ണം എന്റെ ലോക്കറിൽ വന്നിരിക്കുകയാണ്. നാളെ തന്നെ ഞാനത് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്റെ സെക്യൂരിറ്റി ഗാർഡ് പോലും പേടിച്ച് ജോലി വിട്ടു പോയിരിക്കുകയാണ്. ഭൂതത്തിനോട് ആർക്ക് ഏറ്റുമുട്ടാൻ പറ്റും? സാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊരല്പം സമയം തരൂ. അവരെവിടെയുണ്ടെങ്കിലും ഞാൻ അവരെ കണ്ടെത്തും. അത് തീർച്ചയാണ്. ഫുർസത്ഗഞ്ചിൽ 20 കോടി രൂപയുടെ സ്വർണമുണ്ട്. അത് നാളെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. നാളത്തെ കാര്യം ആർക്കും അറിയില്ല. ടുമോറോ നെവർ കംസ്. ഇന്ന് രാത്രി തന്നെ നമ്മളത് മുഴുവനും അടിച്ചു മാറ്റിക്കൊണ്ടെങ്കിൽ പോരും. എന്നിട്ട് ആരും അറിയാതെ മറ്റൊരു സിറ്റിയിലേക്ക് നമ്മൾ എസ്കേപ്പ് ആകും. മനസ്സിലായല്ലോ? നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് 20 കോടിയുടെ സ്വർണ്ണം ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ഭൂതക്കുരങ്ങൻ ഉറപ്പായിട്ടും TV കണ്ടു കാണും. ഒരുപക്ഷെ അവരത് അടിച്ചു മാറ്റി കൊണ്ടുപോയാലോ? TV ഷോയിൽ വെച്ച് ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയാൻ പറഞ്ഞതെന്നറിയോ? കള്ളൻ അത് കാണണം. ഇന്ന് രാത്രി അത് അടിച്ചു മാറ്റാൻ അവൻ തീർച്ചയായിട്ടും എത്തും. സാറ് വേണമെങ്കിൽ നോക്കിക്കോ. ഇന്ന് ഞാൻ അവരെ എല്ലാവരെയും പിടികൂടും. ഈ മാപ്പ് വെച്ച് നോക്കുമ്പോ ബാങ്ക് തീർച്ചയായും മുകളിൽ തന്നെ ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. ടുമോറോ നെവർ കംസ്. ബാങ്ക് മാനേജറിന്റെ ടുമോറോ നെവർ കംസ്. എന്താ ഒരു ശബ്ദം? എക്സ്റേ വിഷൻ ഓൺ. ഓ നോ. എന്തുപറ്റി? അവർ ആ ലോക്കർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞു. എന്റെ ജോലി പോയെന്നാ തോന്നുന്നത്. ചക്കാൻ റോബോബോയ് നമ്മുടെ പുറകെ വരുന്നുണ്ട്. സ്പീഡിൽ പോട്ടെ.
Ah!